So hey, what is up people, you are watching Catchy camera. Welcome back to another video. So guys, നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കൂടെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഓഡിയോ എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ പ്രിവ്യൂ കണ്ട ആ ഒരു സംഭവമാണ് നമ്മളിന്ന് ചെയ്തെടുക്കാൻ പോകുന്നത്. അതായത് സ്ലോഡ് പ്ലസ് റീവർബ് സോങ്സ് അതിന് അങ്ങനെ തെറ്റാണ്ടാണ് അതിൽ പറയുക. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കൂടെ ചെയ്തെടുക്കാൻ പോകുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് നോയ്സൊക്കെ ഉണ്ടാവും, ജസ്റ്റ് നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ്ലി ചെയ്തെടുക്കുന്നത് നമ്മുടെ കൈൻ മാസ്റ്റർ യൂസ് ചെയ്തിട്ടാണ്. വേറെ ആപ്ലിക്കേഷനൊന്നും നമ്മളിതിൽ യൂസ് ചെയ്യണില്ല. അപ്പോൾ ചിലവരൊക്കെ വേറെ കുറേ ആപ്ലിക്കേഷൻസൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ സുഖമായിട്ട് ഞാൻ ഒരു ഈസി മെത്തേഡാണ് പറഞ്ഞുതരുന്നത്. കൈൻ മാസ്റ്ററിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല, എന്നാലും നല്ല രീതിക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഗൈസ്, അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ കൈൻ മാസ്റ്റർ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ക്രിയേറ്റ് ന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടോ, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. പുതിയ കൈൻ മാസ്റ്റർ ആണെങ്കിൽ ഞാൻ ഇവിടെ ന്യൂ ആണ് യൂസ് ചെയ്യണത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇവിടെ റേഷ്യോ ചോദിക്കും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള റേഷ്യോ സെലക്ട് ചെയ്യുക. ഞാനിവിടെ ജസ്റ്റ് നമ്മൾ യൂട്യൂബിൻ്റെ സൈസ് തന്നെയാണ് സെലക്ട് ചെയ്യണത്. ജസ്റ്റ് നമ്മളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടോ, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ സെലക്ട് ചെയ്യണം. അതായത് ഓഡിയോ ആയിട്ടല്ല സെലക്ട് ചെയ്യേണ്ടത്, നമ്മൾ ആ ഒരു വീഡിയോ ഫോർമാറ്റിലാണ് ഇതിൽ ചെയ്തെടുക്കാൻ പോണത്. ഓഡിയോ ആയിട്ടാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ആക്കി കൺവേർട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആ വീഡിയോ ഞാൻ അവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. വൺ ഡാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സോങ്ങാണ് നമ്മളിന്ന് സ്ലോഡ് പ്ലസ് റീവർബ് ആക്കി ചെയ്തെടുക്കാൻ പോണത്. സോ ഗൈസ്, ഫസ്റ്റ് തന്നെ നമ്മൾ എന്തിനു ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അത്രത്തോളം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് നോക്കുന്നുണ്ട്, നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോങ്സൊക്കെ എടുക്കാം, ഏതും ഇതിന് സപ്പോർട്ട് ആവുന്നതാണ്. ഞാൻ അവിടെ ജസ്റ്റ് എക്സാമ്പിളിന് വൺ ഡാൻസ് എന്ന് പറഞ്ഞ ആ ഒരു സോങ് എടുത്തു എന്നുള്ളൂ. സോ ഗൈസ്, ഞാൻ ഇത്ര മതി എനിക്ക് കറക്റ്റ്. അപ്പോൾ ഇത്ര വരെ സ്ലോഡ് പ്ലസ് റീവർബ് ചെയ്താൽ മതി. സോ ഗൈസ്, എത്ര വേണമെന്ന് വെച്ചാൽ ജസ്റ്റ് അത്ര കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് ഇത്തിരി സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഒരു ഓപ്ഷൻ ഉണ്ടോ, റീവർബ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടോ, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ വോയിസ് ചേഞ്ചറിൻ്റെ മുകളിലായിട്ടുണ്ടോ റീവർബ് എന്ന് പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ കുറേ ഓപ്ഷൻ ഉണ്ടോ, കുറച്ച് അധികം ഓപ്ഷൻ ഉണ്ടോ. അപ്പോൾ ഏറ്റവും അടിയിലേക്ക് പോയിട്ട് ലാസ്റ്റിന്ന് സെക്കൻഡ് സ്പ്രിംഗ് റീവർബ് അങ്ങനെ എന്തിട്ടാണ്ടാണ് ലാസ്റ്റ് സെക്കൻഡാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സ്പ്രിംഗ് റീവർബ് എന്ന് പറഞ്ഞൊരു സംഭവം സെലക്ട് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത്രയും കൂടി ചേഞ്ചസ് ഉണ്ടാവും, നമ്മുടെ ഓഡിയോയിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ റീവർബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ സ്ലോ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ജസ്റ്റ് സിമ്പിളാണ്. ആ വീഡിയോ സെലക്ട് ചെയ്യുക. സ്പീഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ വണ്ണിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു 2 പോയിൻറ്റ്സ് കാണാൻ പറ്റും. അപ്പോൾ ഒരു 2 പോയിൻറ്റ്സ് വരെ നിങ്ങൾ ജസ്റ്റ് ഇതുപോലെ സ്ലോ ആക്കി കൊടുക്കുക. അപ്പോൾ 1 ഉണ്ടാവും, പിന്നെ അവിടെ പിന്നെ ഇപ്പോഴത്തെ 0.5 ആണ്. അപ്പോൾ 0.5 ഒന്ന് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് ലാഗ് വരും, ഒരുമാതിരി ഒരു മോൺസ്റ്ററിൻ്റെ ഒക്കെ പോലത്തെ ഒരു സൗണ്ട് ആയിരിക്കും വരിക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് 0.5 ചെയ്യാണ്ട് ഒരു 2 ഡോട്ട്സിലേക്ക് അത് നേരെ ആക്കുക. അപ്പോൾ ഗൈസ്, ഇത്രയ്ക്ക് സ്ലോ ആയിട്ട് നിങ്ങളുടെ ഓഡിയോ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു 1ൻ്റെ ഈ തൊട്ട് ഇപ്പുറത്തുള്ള ഒരു 1 പോയിൻ്റ് ഇല്ലേ, അവിടെ കുറച്ച് ഡോട്ട്സ് കാണാൻ പറ്റും. ആ ഒരു ഫസ്റ്റത്തെ ഡോട്ട് വരെ ആക്കിയാലും നിങ്ങൾക്ക് ഇത്തിരി ഡിഫറൻസ് ഉണ്ടാവും. രണ്ടാമത്തെ 2 ഡോട്ട് ബാക്കിലേക്ക് പോയാലും നിങ്ങൾക്ക് ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം സോങ്ങിന് സ്ലോ ആക്കണോ അത്രത്തോളം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത്രത്തോളം നിങ്ങൾ ഡോട്ട്സുകൾ ഇങ്ങനെ മാറ്റി നോക്കുക. മാക്സിമം ഒരു 3 ഡോട്ട്സ് വരെ ചെയ്താൽ മതി, അല്ലെങ്കിൽ ശരിയാവില്ല. അല്ലെങ്കിൽ ഒരുമാതിരി മോൺസ്റ്ററിൻ്റെ ഒക്കെ ഒരുമാതിരി ബാ എന്ന് പറഞ്ഞൊരു സൗണ്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഒരാൾ വിളിക്കാൻ കണ്ട സമയം ഗൈസ്, സോറി, ഒരു കോൾ വന്നതാണ്. ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഗൈസ്, നിങ്ങൾക്ക് ഇവിടെ പിന്നെ പിച്ചൊക്കെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. പിച്ചൊന്നും കൺട്രോൾ ചെയ്യേണ്ട, അതൊക്കെ ഓപ്ഷണലാണ്. പിച്ചൊക്കെ കൺട്രോൾ ചെയ്യുമ്പോൾ ഒരുമാതിരി മോൺസ്റ്ററിൻ്റെ സൗണ്ടൊക്കെ കേൾക്കും, അല്ലെങ്കിൽ ഒരുമാതിരി ചെറിയ പിള്ളേരുടെ സൗണ്ടൊക്കെ ആവും. അപ്പോൾ പിച്ചൊന്നും ചെയ്യാൻ ഞാനൊന്നും നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല, പിച്ച് ചെയ്യണമെന്ന് ഇല്ല. അപ്പോൾ നമ്മുടെ സംഭവം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇനി നമുക്കിത് ഏറ്റവും ലോ ക്വാളിറ്റിയിൽ സേവ് ചെയ്യാൻ വേണമെങ്കിൽ 30 FPS ഇവിടെ ഏറ്റവും ലോ ക്വാളിറ്റിയിൽ സേവ് ചെയ്താൽ മതി. കാരണം ഇതിന് നമുക്ക് ക്വാളിറ്റി ഒന്നും വേണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സംഭവം തന്നെ, ഈ ഒരു വീഡിയോ തന്നെ ആണ് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വാളിറ്റി കൂടുതൽ ചെയ്യാം. കാരണം ഞാനിവിടെ ഈ ഒരു ഓഡിയോ വേറൊരു ഫോട്ടോമിക്ക് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ ലോ ക്വാളിറ്റിയിൽ ഇട്ടത്. പിന്നെ നേരെ ബാക്ക് പോയിട്ട് ന്യൂ ക്രിയേറ്റ് ന്യൂവിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു റേഷ്യോ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പിക്ക് ഇതിലേക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ ഇൻസ്റ്റയിൽ ഡൗൺലോഡ് ചെയ്തെടുത്താണ്. ഒരു പിക്ക് ഇവിടെ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തന്നെ എക്സ്പോർട്ട് ചെയ്ത് വെച്ച ആ ഒരു വീഡിയോ, നമ്മളിപ്പോൾ സ്ലോഡ് ആക്കി ആ ഒരു വീഡിയോ ജസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്തിട്ട് അത് ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എക്സ്ട്രാക്റ്റ് ഓഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഓഡിയോ ഇവിടെ എക്സ്ട്രാക്റ്റ് ആയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ആ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ നേരെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ഫോട്ടോ വന്നിട്ട് നമ്മുടെ ഈ ഒരു ഓഡിയോൻ്റെ ആ ഒരു
എൻഡ് വരെ നിങ്ങൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക ഗൈസ്. എൻ്റെ വോയിസ് ഒരുമാതിരി സുഖമില്ലാണ്ടായിരിക്കും ഇപ്പോൾ കേൾക്കുക. കാരണം എനിക്ക് ഭയങ്കര തൊണ്ടവേദന, ജലദോഷം, തുമ്മൽ അതുപോലത്തെ കുറേ സംഭവമൊക്കെയാണ്. അതുകൊണ്ട് ജലദോഷമൊക്കെയാണ്, അതുകൊണ്ട് ഒരുമാതിരി സുഖമില്ലാണ്ടാണ് ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വോയിസ് വിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങളിപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. എൻ്റെ ഈ ഒരു എഫേർട്ടിന് വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വോയിസ് ഒരുമാതിരി സുഖമില്ലാണ്ടിരിക്കുന്നുണ്ടാവും. സോറി ഫോർ ദാറ്റ്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ഈ ഒരു പിക്കിലേക്ക് ഞാൻ പ്രിവ്യൂവിൽ കണ്ട പോലത്തെ എഫക്റ്റൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം, ട്രാൻസാക്ഷൻസ് ഒക്കെ ആഡ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അതൊന്നും ചെയ്യാൻ ഞാനിവിടെ പറയണില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അതൊക്കെ ഓപ്ഷണലാണ്. ഞാൻ ഇവിടെ ജസ്റ്റ് സ്ലോഡ് പ്ലസ് റീവർബ് ആ ഒരു ഓഡിയോ എഡിറ്റിംഗ് മാത്രമാണ് ചെയ്യാറ്. അപ്പോൾ ഗൈസ് ഇതുപോലത്തെ ഇനി ഓഡിയോ എഡിറ്റിംഗ് പാർട്ട് 2 അതൊക്കെ നമ്മൾ ഇറക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് ജസ്റ്റ് സ്ലോഡ് പ്ലസ് റീവർബ് ആ ഒരു സംഭവം മാത്രമാണ്. അപ്പോൾ ഗൈസ് ഇത്രയുള്ള നമ്മുടെ സംഭവം എന്തിട്ടാണെന്ന് വെച്ചാൽ ഇനി നിങ്ങൾക്ക് കൂടുതൽ ചെയ്യണമെങ്കിൽ ചെയ്യാം, കൂടുതൽ സ്ലോ ആക്കണമെങ്കിൽ സ്ലോ ആക്കാം. എല്ലാം കഴിഞ്ഞാൽ സേവ് ചെയ്യാം. സോ ഗൈസ് നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കൊന്ന് മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താലും മതി. അപ്പോൾ ഗൈസ് ഇതിനേക്കാളും മികച്ച വേറൊരു ഓഡിയോ എഡിറ്റിംഗ് അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് വീഡിയോ ഞാൻ മറ്റൊരു ദിവസം വരും. അപ്പോൾ ഇറ്റ്സ് മീ കാച്ചി ക്യാമറ സൈനിങ് ഓഫ്.